ഇത്തരം വലിയ ഒരു ദുരന്തം ഈ പ്രദേശത്ത് ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രത്തോളം ഭയാനകമായ രൂപത്തിൽ ഈരാറ്റുപേട്ട ടൗണിൽ ഉണ്ടായിട്ടില്ല എന്ന് പഴമക്കാർ പറയുന്നു. 10,000 രൂപ എന്ന് പറയുന്ന കടകൾ ക്ലീൻ ചെയ്യാൻ പോലുമുള്ള പൈസ ഇല്ല എന്നത്. പാവപ്പെട്ട ജോണിയുടെ വീടാണ് പൂർണ്ണമായി മണ്ണിനടിയിൽ പോവുകയും ജോണിയുടെ ഭാര്യയും മകനും മരണപ്പെടുകയും ചെയ്ത വേദനാജനകമായ അനുഭവം നമ്മളെല്ലാം കണ്ടതാണ്. ഞങ്ങൾ ആ പ്രദേശങ്ങളിൽ അന്നും പോയിരുന്നു, ദിവസം വന്നിരുന്നു. അതേപോലെ തന്നെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഈരാറ്റുപേട്ട ടൗണിൽ. പഴമക്കാർ പറയുന്നത് ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായി കടകൾ നശിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ബഹുനില മന്ദിരത്തിന്റെ ഒരു നില തന്നെ മൂടി പോകുന്ന രൂപത്തിലേക്ക് ചില ബിൽഡിങ്ങുകൾ ഉള്ളടക്കം കാണാനിടവന്നു. വ്യാപാരികളുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 320ഓളം കടകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. 30 കോടി രൂപയിലേറെ അവർക്ക് വലിയ രൂപത്തിൽ നഷ്ടമുണ്ടായതായി കണക്കാക്കിയവർ പറയുന്നു. അത് കാണുമ്പോൾ നമുക്കെല്ലാം തിരിച്ചറിയാനും കഴിയുന്നു. ചില കടകളിൽ ഇനി തുടങ്ങണമെങ്കിൽ ഒന്നേം തുടങ്ങും. ഒരു സാധനം പോലും അവശേഷിക്കാത്ത കടകൾ നിങ്ങൾ കണ്ടു. ലോൺ എടുത്തും അതേപോലെ തന്നെ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലും ഓണക്കച്ചവടത്തിന് വേണ്ടി മുൻകരുതൽ എന്ന രൂപത്തിൽ ഒട്ടനവധി വിഭവങ്ങൾ സമാഹരിച്ചു എല്ലാം വെച്ചിരുന്നൊരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ഈ വെള്ളം വന്നു കയറി ഈ കട എല്ലാം നശിച്ചു പോകാനിടം. അതുകൊണ്ട് ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളെല്ലാം വളരെ വിഷമത്തിലും അതുപോലെ ബുദ്ധിമുട്ടിലുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചിലർക്ക് തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥാവിശേഷം നിങ്ങൾ കണ്ടു. ഇനി എന്തിനു തുറക്കണം എന്ന രൂപത്തിൽ അത്രത്തോളം അവരുടെ കടയ്ക്കുള്ളിനൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതുകൂടാതെ ഈരാറ്റുപേട്ടലും പരിസര പ്രദേശങ്ങളുമായി 700-ൽ പരം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട മുനിസിപ്പൽ ഏരിയയിലും തലപ്പലത്തും അതുപോലെ മൂന്നിലവിലും തലനാടും തീക്കോയിലും മേലുകാവിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതിൻ്റെ കെടുതികൾ പല രൂപത്തിലുണ്ടായിരുന്നു. ചിലയിടത്ത് പശുക്കൾ ചത്തുപോയതുണ്ട്, ചിലയിടത്ത് വീടുകൾ പാടെ തകർന്നു പോയതുണ്ട്. അങ്ങനെ പല തരത്തിൽ നിരവധി ക്യാമ്പുകൾ ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. വീടുകളിലേക്ക് പോകാൻ കഴിയാത്ത നിരവധി ആളുകളെ കാണാനിടവന്നു. ഇത്തരം വലിയ ഒരു ദുരന്തം ഈ പ്രദേശത്ത് ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രത്തോളം ഭയാനകമായ രൂപത്തിൽ ഈരാറ്റുപേട്ട ടൗണിൽ ഉണ്ടായിട്ടില്ല എന്ന് പഴമക്കാർ പറയുന്നു, കച്ചവടക്കാരെല്ലാം പറയുന്നു. ഇവിടെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും തലപ്പലം പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഇളപ്പങ്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വട്ടിക്കൊട്ട എന്ന് പറയുന്ന പാലം തകർന്നിരിക്കുന്നു. അത് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഫണ്ടിൽ നിന്നൂടെ പണം കൊടുത്ത് മുമ്പുണ്ടായിരുന്ന പാലത്തിന് അനുബന്ധമായി തൽക്കാലം സഞ്ചരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഉണ്ടാക്കിയെടുത്ത ആ പാലമാണ്. ഇപ്പോൾ തലപ്പലത്തെ ആ പ്രദേശത്തുള്ള കുട്ടികൾ കൂടി സ്കൂളിൽ പോകണമെങ്കിൽ 5 കിലോമീറ്ററെങ്കിലും വളഞ്ഞു ചുറ്റി വന്നെങ്കിൽ ഇനി സ്കൂളിൽ പോകാൻ കഴിയും. അക്കരെയുള്ള ആൾക്ക് ഇക്കരെ വരണമെങ്കിൽ. അങ്ങനെ ആ പാലം പൂർണ്ണമായി തകർന്നു. ഞങ്ങളത് പോയി കണ്ടിരുന്നു. ഒരു ഭാഗമില്ല. അപ്പം അത്തരത്തിൽ ഈ ഈരാറ്റുപേട്ടയിലും പരിസര പ്രദേശത്തുമെല്ലാം വലിയ രൂപത്തിലുള്ള ആഘാതം ഉണ്ടായി. അതിനനുസരിച്ച് അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു സംരക്ഷണം, തുറന്ന കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ തരത്തിലും പുനരധിവാസത്തിനുമുള്ള ഒരു പാക്കേജ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ച് 10,000 രൂപ വെച്ച് വെള്ളം കയറി കൊടുക്കുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കടയിൽ ഒരു കടക്കാരൻ പറഞ്ഞത് ഇന്നലെ അത് ക്ലീൻ ചെയ്തതിന് 40,000 രൂപ ചിലവായി. 10,000 രൂപ എന്ന് പറയുന്ന കടകൾ ക്ലീൻ ചെയ്യാൻ പോലുമുള്ള പൈസ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട, സർവസ്വം നഷ്ടപ്പെട്ട കച്ചവടക്കാർക്ക് ഉപജീവനത്തിന് ഏതെങ്കിലും ഒരു മാർഗം ഉണ്ടാകണമെങ്കിൽ ഒരു പാക്കേജ് തന്നെ ഉണ്ടാക്കി അത്തരം ആളുകളെ സംരക്ഷിക്കാൻ, സഹായിക്കാൻ ഗവൺമെൻറ് ഈ കാര്യത്തിൽ യുദ്ധകാലത്തെ അടിസ്ഥാനത്തിൽ ഇടപെട്ട് സാമ്പത്തിക സഹായം നൽകണമെന്നുള്ളതാണ് ഞങ്ങൾ ഈ പരിപാടിയായി സംസാരിച്ചപ്പോൾ ഈ കാര്യത്തിൽ അവരെല്ലാം ആവശ്യപ്പെട്ടതും അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ നിവേദനം തയ്യാറാക്കി കൊടുക്കുന്നു.